ഈശംശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്, നീ സാധാരണ കുത്തിവെക്കാറുള്ളത് വിഷമാണോ ഔഷധമാണോ? നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിലോ മറ്റുള്ളവരുടെ ശരീരത്തിലോ ഔഷധം കുത്തിവെക്കാം, വിഷവും കുത്തിവെക്കാം. ഞാനൊരു നേരം ഇൻസുലിൻ എടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ആ പേന ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഇല്ലെങ്കിൽ തന്നെ ഇൻസുലിൻ കുപ്പിക്കകത്തുനിന്ന് സിറിഞ്ച് കൊണ്ട് വലിച്ചെടുത്തിട്ട് ശരീരത്തിൽ അത് കുത്തും. ഈ ഇൻസുലിൻ കുത്തി കഴിയുമ്പോൾ ഷുഗർ കൺട്രോൾ ആകുന്നത്, അതിൻ്റെ ലെവല് താഴുന്നത് കാണാൻ പറ്റും. കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ ഇൻസുലിൻ എടുക്കുന്നതിന് പകരം വിഷക്കുപ്പിക്കകത്തുനിന്ന് സിറിഞ്ച് കൊണ്ട് വിഷം കുത്തിയെടുത്തിട്ട് ശരീരത്തിൽ കുത്തിവെച്ചാൽ എങ്ങനെ ഇരിക്കും? അത് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കാമെന്ന് മാത്രമല്ല, ജീവൻ അപഹരിക്കാം. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ ഈ വിഷയം മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. നീ സാധാരണ കുത്തിവെക്കാറുള്ളത് വിഷമാണോ ഔഷധമാണോ? നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട് ഔഷധം കുത്തിവെക്കുന്നവരാകാം, വിഷം കുത്തിവെക്കുന്നവരാകാം. അതെങ്ങനെയാണ് സംഭവിക്കുക എന്നത് നാം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൻ്റെ ഒരു സൂചന ഞാൻ പറഞ്ഞല്ലോ, വിഷക്കുപ്പിക്കകത്തുനിന്ന് വേണമെങ്കിൽ വിഷം സിറിഞ്ച് കൊണ്ട് വലിച്ചെടുത്തിട്ട് കുത്തിവെക്കാം. ഇൻസുലിൻ കുപ്പിക്കകത്തുനിന്ന് ഇൻസുലിൻ വലിച്ചെടുത്തിട്ടും കുത്തിവെക്കാം. കണ്ടന്റ് മാറ്റേഴ്സ്. നമ്മുടെ ജീവിതത്തിൻ്റെ കണ്ടന്റ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളടക്കം, നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു സത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ജീവിതം നന്മ കൊണ്ട് നിറയ്ക്കാം, വേണമെങ്കിൽ തിന്മ കൊണ്ട് നിറയ്ക്കാം. ഇനി ഇതിൽ ഏതാണ് സംഭവിച്ചിരിക്കുന്നത് അതനുസരിച്ച് നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ സംസാരത്തിൽ അതെല്ലാം പ്രകടമാവും. റോമാലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വചനം എടുത്താൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ചില കൂട്ടരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി പോലെയാണ്, അവരുടെ നാവിൻ്റെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെ സംസാരം എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നത്. അങ്ങനെയുള്ളവരുടെ ജീവിതം എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. തുറന്ന ശവക്കുഴിയിലേക്ക് നോക്കിയിരിക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? അതിൻ്റെ സമീപത്തിരിക്കാനോ അതിലേക്ക് ഇറങ്ങാനോ വല്ലതും ആരെങ്കിലും ഇഷ്ടപ്പെടുവോ? ഇല്ല. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികൾ അവർ ശരിക്കും ഒരു അനുഗ്രഹമാകുന്നതിനേക്കാൾ മറ്റുള്ളവർക്കൊരു ഭാരമായിട്ട്, അവരിൽ അനിഷ്ടം ഉളവാക്കുന്ന വ്യക്തികളായിട്ട് അവർക്ക് മാറാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഏതാനും വചനങ്ങൾ എടുക്കുമ്പോൾ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നിന്നിലെ നന്മയും തിന്മയും നിന്നെ സ്വാധീനിക്കും, മറ്റുള്ളവരെയും സ്വാധീനിക്കും. അല്ലെങ്കിൽ നിന്നെ ബാധിക്കും, മറ്റുള്ളവരെയും അത് ബാധിക്കും. നന്മയാണെങ്കിൽ ആ രീതിയിൽ, തിന്മയാണെങ്കിൽ ആ രീതിയിൽ. ഒബാദിയ 1:15 അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ പ്രവൃത്തികൾ നിന്റെ തന്നെ തലയിൽ വന്ന് വീഴും. വീണ്ടും ഗലാത്യർ 6:7 മുതൽ വായിച്ചാൽ, നീ ജഡത്തിനായി നടുന്നെങ്കിൽ ജഡത്തിൽ നിന്നും നാശം കൊയ്യേണ്ടി വരും. ആത്മാവിനായി നടുന്നവർക്ക് നിത്യജീവൻ കൊയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് നടുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ കണ്ടന്റ്, ഉള്ളടക്കം എന്താണ്, അതനുസരിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രഭാഷകൻ 13:25 അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഹൃദയത്തിലെ, നിന്റെ ചങ്കിലെ നന്മയ്ക്കും തിന്മയ്ക്കും അനുസരിച്ച് നിന്റെ മുഖഭാവം മാറും. എന്നൊക്കെ നിന്നിലെ നന്മയോ തിന്മയോ നിന്നെ ബാധിക്കും. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഹൃദയത്തിൽ നന്മയാണെങ്കിൽ മുഖഭാവത്തിൽ അത് പ്രകടമാകും. പ്രഭാഷകൻ 13:1 വചനം വായിച്ചാൽ അവിടെ പറയുന്നുണ്ട്, അഹങ്കാരികളോട് അടുക്കരുത്, അവരുമായിട്ട് സഹകരിക്കരുത്. അഹങ്കാരികളോടടുത്താൽ, അവരുമായിട്ട് സഹവസിച്ചാൽ നീയും അഹങ്കാരിയായിട്ട് മാറും. അതാ ഞാൻ പറഞ്ഞേ, എന്നെ ബാധിക്കും, മറ്റുള്ളവരെയും ബാധിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ കണ്ടന്റ്, എന്നിലെ നന്മയും തിന്മയും എന്നെ ബാധിക്കും, മറ്റുള്ളവരെയും ബാധിക്കും എന്നുള്ളത് ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും നമ്മുടെ വിളി മറന്ന് ജീവിക്കരുത്, പെരുമാറരുത്, സംസാരിക്കരുത്. കാരണം നമ്മൾ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നമ്മളൊരു മഹനീയമായ വിളി സ്വീകരിച്ച വ്യക്തികളാണ്. എഫേസസ് 1:4 വചനം, എഫേസസ് 1-ാം അധ്യായം 4-ാമത്തെ വചനം പറയുന്നുണ്ട്, ദൈവത്തിന് മുമ്പാകെ പരിശുദ്ധനായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ കണ്ടന്റ് വിശുദ്ധിയാണോ അശുദ്ധിയാണോ? അശുദ്ധിയാണെങ്കിൽ വിളിക്കനുസരിച്ച് നമ്മൾ ജീവിക്കുന്നവരല്ല. 2 ദിനവൃത്താന്തം 16:9 ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത് നിഷ്കളങ്കരായി ജീവിക്കുന്നവരെ. അവരുടെ മുമ്പിൽ ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കും. അതിന് കർത്താവിൻ്റെ കണ്ണുകൾ ഭൂമിയിൽ ഉടനീളം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മർക്കോസ് 12-ാം അധ്യായം 30-ാമത്തെ വചനം നമുക്കറിയാമല്ലോ. സ്നേഹിക്കാനുള്ള വിളി ലഭിച്ചവരാണ് നമ്മൾ. അത് എങ്ങനെ സ്നേഹിക്കണം? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, മുഴു ശക്തിയോടെ സ്നേഹിക്കണം. ഇതാണ് നമ്മുടെ വിളി. ആ വിളി മറന്ന് നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? സങ്കീർത്തനം 91:14 വചനം എടുക്കുമ്പോൾ, അങ്ങനെ സ്നേഹത്തിൽ ദൈവത്തോട് ഒട്ടി നിൽക്കുന്നവർക്കുണ്ടാകുന്ന ചില നേട്ടങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവനെ സഹായിക്കും, ഞാൻ അവനെ സംരക്ഷിക്കും, ഞാൻ അവനെ രക്ഷിക്കും.
ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് ഈ വചനഭാഗം ഓർമ്മിപ്പിക്കുക. പ്രഭാഷകൻ 34:19 വായിച്ചാൽ, ദൈവത്തെ സ്നേഹിച്ചാൽ അവർക്കുണ്ടാകുന്ന ഒരു നേട്ടം, ഒരു അനുഗ്രഹം അവിടെ പറഞ്ഞിട്ടുണ്ട്. പൊരുവെയിലിൽ തണല് പോലെ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇതൊക്കെ നമുക്ക് ആശ്വാസം, സംരക്ഷണം, ആത്മീയ ആനന്ദം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഈ സഹോദര സ്നേഹത്തിലേക്കുള്ള ഒരു വിളി ലഭിച്ചവരാണ് നമ്മൾ. 1 യോഹന്നാൻ 3:11, 4:11, യോഹന്നാന്റെ സുവിശേഷം 15:12 ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. പരസ്പരം സ്നേഹിക്കുക എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. അതാണ് ഈ വചനഭാഗങ്ങളിലെല്ലാം നമ്മൾ കാണുക. 2 പത്രോസ് 1-ാം 10-ാമത്തെ വചനമെടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ വിളിക്കനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ഉത്സാഹിക്കുന്നുണ്ടെങ്കിൽ, പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീണു പോകത്തില്ല. ഇനി അതില്ല എങ്കിൽ നമ്മൾ മുട്ടിന് വീഴ്ച സംഭവിക്കുന്ന ആ ഒരവസ്ഥ ഉണ്ടാകാം. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അതാണ് മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ നമ്മുടെ ഉള്ളടക്കം മറ്റുള്ളവരിലേക്ക് കൈമാറും. എൻ്റെ കണ്ടന്റ്, എൻ്റെ ഉള്ളിൽ വിഷമാണെങ്കിൽ ആ വിഷം ഞാൻ മറ്റുള്ളവരിലേക്ക് കുത്തിവെക്കും. എൻ്റെ ഉള്ളിൽ ഔഷധമാണെങ്കിൽ, സ്നേഹമാണെങ്കിൽ ആ സ്നേഹം, ആ ഔഷധം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കും. ലൂക്കാ 6:39 അവിടെ പറഞ്ഞിട്ടുണ്ട്, അന്ധന്മാർക്ക് എങ്ങനെ അന്ധന്മാരെ നയിക്കാൻ പറ്റും? ഇരുവരും കുഴിയിൽ വീഴത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രകാശത്തിലാണെങ്കിലാണ് മറ്റുള്ളവരെ നമുക്ക് പ്രകാശത്തിലേക്ക് നയിക്കാൻ സാധിക്കുക. 1 തെസ്സലോനിക്ക 5-ാം 5 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് അന്ധകാരത്തിൻ്റെയോ പകലിൻ്റെയോ മകനോ മകളോ ആയി മാറാം. ദൈവമക്കൾ അന്ധകാരത്തിൻ്റെ മക്കളാകേണ്ടവരല്ല, പകലിൻ്റെ, വെളിച്ചത്തിൻ്റെ മക്കളായിരിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. 4-ാമത്തെ കാര്യം, എങ്ങനെയാണ് നമ്മൾ ഈ വിഷം കുത്തിവെക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. മത്തായി 18:6 മുതൽ വായിച്ചാൽ, നീ ഒരു പ്രലോഭന ഹേതുവാകുന്നെങ്കിൽ നീ കുത്തിവെക്കുന്നത് വിഷമാണ്. മറ്റുള്ളവരെ ദൈവത്തിൽ നിന്ന്, കൃപയിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നീ കുത്തിവെക്കുന്നത് വിഷമാണ്. എഫേസസ് 5-ാം 3 മുതൽ വായിച്ചാൽ, നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയോ യാതൊരുവിധ അശുദ്ധിയുടെയോ അത്യാഗ്രഹത്തിൻ്റെയോ പേര് പോലും കേൾക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഒരാളെ നയിക്കുന്നത് എങ്കിൽ നാം കുത്തിവെക്കുന്നത് വിഷമാണ്. അതുപോലെ തന്നെ ഭിന്നത, കലഹം, ഇതിനൊക്കെ നമ്മൾ കാരണമായി മാറുന്നെങ്കിൽ നമ്മൾ കുത്തിവെക്കുന്നത് വിഷമാണ്. 2 തീമോത്തി 2:24 പറയുന്നുണ്ട്, കർത്താവിൻ്റെ ദാസൻ ഒരിക്കലും കലഹപ്രിയൻ ആകരുത്. എങ്ങനെയാണ് നമുക്ക് ഔഷധമാകാൻ പറ്റുക, ഔഷധം കുത്തിവെക്കാൻ പറ്റുക? റോമാലേഖനം 12:21 മാത്രം എടുത്താൽ മതി. അവിടെ പറഞ്ഞിട്ടുണ്ട്, നന്മ കൊണ്ടേ തിന്മയെ കീഴ്പ്പെടുത്താൻ പറ്റും. തിന്മയെപ്പോലും നീ നന്മ കൊണ്ട് കീഴ്പ്പെടുത്തുന്ന വ്യക്തിയാണെങ്കിൽ നീ ഇഞ്ചക്ട് ചെയ്യുന്നത്, കുത്തിവെക്കുന്നത് ഔഷധമാണ്. അങ്ങനെയുള്ളവരുടെ ഗണത്തിൽപ്പെടാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.